ദ്രൗപദി കൗരവസഭയിൽ അപമാനിതയായി തളർന്നു നിന്നു. ദ്രൗപദിയെക്കുറിച്ച് സഭയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. കഴുതകൾ കരയുന്നതും കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നതുമായ ദുശകുനങ്ങൾ എല്ലാവരും കണ്ടു. ഈ വിവരങ്ങൾ വിതുരൻ ധൃതരാഷ്ട്രരെ അറിയിക്കുന്നു. ദുശകുനങ്ങൾ അറിഞ്ഞ ധൃതരാഷ്ട്രർ ഏറെ ഭയന്നുപോയി. ധൃതരാഷ്ട്രർ ദുര്യോധനനെ വിളിച്ചു പറയുന്നു, എടാ ദുര്യോധന, നിന്റെ ദുർബുദ്ധികൾ കൊണ്ട് നീ നശിക്കുവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? കുരുശ്രേഷ്ഠന്മാർ നിറഞ്ഞിരിക്കുന്ന ഈ സദസ്സിൽ വെച്ചാണോ ഒരു സ്ത്രീയെ നീ ഇപ്രകാരം അപമാനിക്കുന്നത്? നമ്മുടെ വംശം മുഴുവൻ നശിപ്പിക്കുവാനുള്ള വഴിയാണ് നീയും നിന്റെ കൂട്ടുകാരും കൂടി നോക്കുന്നത്. ദുര്യോധനനെ ഇപ്രകാരം ശകാരിച്ചതിന് ശേഷം ധൃതരാഷ്ട്ര മഹാരാജ ദ്രൗപദിയെ അരികിലേക്ക് വിളിപ്പിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദ്രൗപദി, നീ ഏറ്റവും ധർമ്മിഷ്ഠയും സാധ്വിയുമാണ്. നിന്നെ ഇവർ ഉപദ്രവിച്ചതിൽ ഞാൻ ഏറെ ദുഃഖിക്കുന്നു. മകളെ, അതുകൊണ്ട് നിനക്കിഷ്ടമുള്ള വരം ഇപ്പോൾ തന്നെ നിനക്കെന്നോട് ചോദിക്കാവുന്നതാണ്. നീ ചോദിച്ചുകൊള്ളൂ ദ്രൗപദി. ധൃതരാഷ്ട്രരുടെ ഈ വാക്കുകൾ കേട്ട് ദ്രൗപദി പറഞ്ഞു, അങ്ങ് തരുന്ന വരം സ്വീകരിക്കുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ള ഏക വരം യുധിഷ്ഠിരൻ മോചിതനാകണം എന്ന് മാത്രമാണ്. കൗരവരുടെ അടിമത്തത്തിൽ നിന്നും അദ്ദേഹത്തെയും അനുജന്മാരെയും മോചിപ്പിക്കണം. ദ്രൗപദിയുടെ ഈ വാക്കുകൾ കേട്ട് ധൃതരാഷ്ട്രർ പറഞ്ഞു, ശരി മകളെ, നിന്റെ ആഗ്രഹം പോലെ രഥങ്ങളോടും ആയുധങ്ങളോടും കൂടി പാണ്ഡവരെ ഞാനിതാ മോചിപ്പിക്കുന്നു. ഈ രംഗത്തിന് സാക്ഷിയായ എല്ലാവരും ദ്രൗപദിയുടെ ധർമ്മനിഷ്ഠയെയും ഈശ്വരഭക്തിയെയും ദിവ്യത്വത്തെപ്പറ്റിയുമൊക്കെ ഏറെ പുകഴ്ത്തുവാൻ തുടങ്ങി. പക്ഷെ കർണൻ പരിഹാസത്തോടെ പറഞ്ഞു, പാണ്ഡവർക്ക് രക്ഷ ദ്രൗപദി മാത്രമായി. അങ്ങനെ ആ രാജസഭയിലെ അന്തരീക്ഷം ആകെയൊന്നു മാറിയപ്പോൾ യുധിഷ്ഠിരൻ ധൃതരാഷ്ട്രരുടെ അരികിലേക്ക് ചെന്ന് വിനയപൂർവ്വം പറഞ്ഞു, മഹാരാജാവേ, അങ്ങാണ് ഞങ്ങളുടെ നാഥൻ. ഞങ്ങളിനി എന്താണ് ചെയ്യേണ്ടത്? ആജ്ഞാപിച്ചാലും. അത് കേട്ട് ധൃതരാഷ്ട്രർ പറഞ്ഞു, മകനെ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. നിങ്ങൾ നേരത്തെ പോലെ തന്നെ രാജ്യം ഭരിക്കുക. നീ ധർമ്മത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിയവനാണ്. ബുദ്ധി എവിടെയുണ്ടോ അവിടെ ശക്തിയുണ്ടാകും. ഇപ്പോൾ ഇവിടെ നടന്നതെല്ലാം നീ മറന്നേക്കുക. ഉത്തമനായ പുരുഷൻ മനസ്സിൽ വിരോധമൊന്നും വെച്ചു പുലർത്തില്ല. മറ്റുള്ളവരിലുള്ള ഗുണങ്ങളെ കാണുകയുള്ളൂ, ദോഷങ്ങൾ കാണുകയില്ല. അതുകൊണ്ട് വെറും വിനോദത്തിന് വേണ്ടി ആരംഭിച്ച ചൂത് ഇങ്ങനെയെല്ലാം ആയിത്തീർന്നതിൽ നീ ഒരിക്കലും ദുഃഖിക്കരുത്. നിങ്ങളെല്ലാം ബുദ്ധിമാന്മാരും ധർമ്മിഷ്ഠരും പരാക്രമശാലികളും ശ്രദ്ധാലുക്കളുമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി പഴയതുപോലെ തന്നെ രാജ്യം ഭരിച്ച് സുഖമായി കഴിഞ്ഞാലും. ധൃതരാഷ്ട്രരുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ കേട്ട് എല്ലാവരും സന്തോഷിച്ചു. യുധിഷ്ഠിരൻ ഭീഷ്മരുടെയും ദ്രോണരുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങി സന്തോഷപൂർവ്വം തേരിലേറി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. ധൃതരാഷ്ട്ര മഹാരാജാവ് പാണ്ഡവരെയെല്ലാം സ്വതന്ത്രമാക്കുകയും പാണ്ഡവർ മടങ്ങിപ്പോകുന്നതും കണ്ടപ്പോൾ ഏറ്റവും നിരാശ തോന്നിയത് ദുശാസനനായിരുന്നു. ദുശാസനൻ ഓടിച്ചെന്ന് ദുര്യോധനനോട് ഇപ്രകാരം പറഞ്ഞു, നാം കഷ്ടപ്പെട്ട് നേടിയ ധനമൊക്കെ രാജാവ് നശിപ്പിച്ചു. അവർക്ക് മടക്കിക്കൊടുത്ത ആ ധനമെല്ലാം എങ്ങനെയെങ്കിലും നാം വീണ്ടെടുക്കുക തന്നെ വേണം. അത് ശരിയാണെന്ന് ദുര്യോധനനും തോന്നി. ശകുനിയും കർണനും എത്തി അവരുമായി ആലോചിച്ച് ഒരു ഉപായം കണ്ടുപിടിച്ചു. എന്നിട്ട് അവരെല്ലാം കൂടി ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അരികിലേക്ക് എത്തുന്നു. ദുര്യോധനൻ ധൃതരാഷ്ട്രരോട് ഇപ്രകാരം പറയുകയാണ്, അച്ഛാ, അങ്ങ് ചെയ്തത് തീരെ ശരിയായില്ല. പാണ്ഡവർ അങ്ങയുടെ മക്കളെ നശിപ്പിക്കുവാൻ തക്കം പാർത്തിരിക്കുന്നവരാണ്. ഇനി അവർ വെറുതെ ഇരിക്കുമോ അച്ഛാ? രാജ്യസഭയിൽ വെച്ച് നേരിട്ട അപമാനം അവർ മറക്കുമോ? അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ശത്രുക്കളെ നശിപ്പിക്കുന്നതല്ലേ നല്ലത്? എല്ലാം അങ്ങ് ഒരു നിമിഷം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. ദുര്യോധനന്റെ ഈ കുറ്റപ്പെടുത്തൽ കേട്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് മൗനമായി നിന്നു. ദുര്യോധനൻ തുടർന്നു, എങ്കിലും ഇനിയും വഴിയുണ്ട്. പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി യുദ്ധസന്നദ്ധരായി ഞങ്ങളെയെല്ലാം നശിപ്പിക്കുവാൻ വരുന്നതിന് മുൻപ് എന്തെങ്കിലും ചെയ്തേ തീരൂ. ഭീമനെയും അർജുനനെയും യുദ്ധത്തിൽ നേരിട്ട് പരാജയപ്പെടുത്തുവാൻ ഇന്നാർക്കും സാധ്യമല്ല. അതുകൊണ്ട് വീണ്ടും ഒരു ചൂതുകളിക്ക് അവരെ ക്ഷണിക്കണം. അതുമാത്രമേ ഇനി മാർഗമുള്ളൂ. അല്ലെങ്കിൽ അവർ യുദ്ധസന്നദ്ധരായി വന്ന് ഞങ്ങളെയെല്ലാം നശിപ്പിക്കും, അത് തീർച്ച. ദുര്യോധനൻ ധൃതരാഷ്ട്രരോട് ഇപ്രകാരം പറഞ്ഞു നിർത്തി. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുന്നു. ദുര്യോധനൻ തുടരുകയാണ്, ചൂതുകളിയിൽ തോൽക്കുന്നവർ 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും അനുഷ്ഠിക്കണമെന്ന് ഒരു കരാർ ഉണ്ടാക്കണം. അജ്ഞാതവാസക്കാലത്ത് തിരിച്ചറിഞ്ഞാൽ വീണ്ടും 12 വർഷത്തെ വനവാസം അനുഷ്ഠിക്കണം. അതാണ് ഞാൻ ചിന്തിച്ചിട്ട് എൻ്റെ ബുദ്ധിയിൽ തോന്നുന്നത്. അമ്മാവനായ ശകുനിക്ക് വീണ്ടും അവരെ പരാജയപ്പെടുത്തുവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ദുര്യോധനൻ ആവേശത്തോടെ ധൃതരാഷ്ട്രരോട് ഇപ്രകാരം പറയുന്നത് തുടരുകയാണ്. അങ്ങനെ അവരെ ഈ രാജ്യത്തു നിന്നും 13 വർഷം അകറ്റി നിർത്തുവാൻ സാധിക്കും. പാണ്ഡവരെ അപ്രകാരം അകറ്റി നിർത്തിയില്ലെങ്കിൽ അങ്ങയ്ക്കും അങ്ങയുടെ മക്കൾക്കും ഒരു സ്വൈര്യജീവിതം ഉണ്ടാവുകയില്ല, അത് തീർച്ച. അവർ 13 വർഷത്തെ വനവാസം അനുഭവിച്ച് മടങ്ങി വരുമ്പോൾ നമുക്ക് വേണ്ടത്ര കരുത്തു നേടുവാനും അവരെ അനായാസേന പരാജയപ്പെടുത്തുവാനും സാധിക്കും. ഇത്രയും പറഞ്ഞ ദുര്യോധനൻ തൻ്റെ പിതാവായ ധൃതരാഷ്ട്രരെ ഏറെ പ്രതീക്ഷയോടെ നോക്കി നിന്നു. അച്ഛൻ എന്തായിരിക്കും മറുപടി പറയുക? ദുര്യോധനന്റെ ഈ വാക്കുകൾ കേട്ട് പുത്രവത്സലനായ ധൃതരാഷ്ട്രർക്ക് എതിരു പറയുവാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. അദ്ദേഹം പറഞ്ഞു, പാണ്ഡവരിപ്പോൾ വളരെ ദൂരെ എത്തിയിട്ടുണ്ടാകും. എങ്കിലും
അവരെ വിളിച്ചുകൊണ്ടുവരിക. ഒരിക്കൽ കൂടി ചൂതുകളി നടക്കട്ടെ. സഭയിലുണ്ടായിരുന്നവരെല്ലാം ധൃതരാഷ്ട്രരുടെ ഈ വാക്കുകൾ കേട്ട് ആശ്ചര്യപ്പെട്ടു പോയി. വീണ്ടും ആപത്തിലേക്ക് യാത്ര ചെയ്യരുതെന്ന് അവരെല്ലാം രാജാവിനെ ഉപദേശിച്ചു. പാണ്ഡവരെ ദ്രോഹിച്ചാൽ ഭാവിയിൽ അതൊക്കെ വംശം തന്നെ നശിച്ചു പോകുവാനുള്ള കാരണമായേക്കാം എന്നും രാജാവിനെ എല്ലാവരും ഓർമ്മപ്പെടുത്തി. എന്നാൽ സ്വന്തം മക്കളോടുള്ള അതിരറ്റ സ്നേഹം നിമിത്തം ധൃതരാഷ്ട്രർ ആ വാക്കുകളെല്ലാം അവഗണിച്ചുകൊണ്ട് ദുര്യോധനന്റെ അഭിപ്രായത്തിന് കീഴടങ്ങുകയാണ് ഉണ്ടായത്. അങ്ങനെ വീണ്ടും ഒരു ചൂതുകളിക്ക് ആ രാജസഭ തയ്യാറെടുക്കുകയാണ്.